ശനിയാഴ്ച ഉച്ചയ്ക്ക് ആങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. മക്കൾ ഭയങ്കര ഹാപ്പിയിലാണ്. എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, അവരുടെ ഉമ്മിമാരുടെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക സന്തോഷമാണ് അവർക്ക്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടി അവിടെ ചെന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഏകദേശം വീടിനടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് പോകുന്നത്. എൻസാമോള് കരയുന്നത് എൻസാമോളെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞതിനുള്ള സങ്കടവും അങ്ങനെ ഒരു നിർബന്ധത്തിൽ നിന്ന് കരയുകയാണ്. അനിയത്തി അവളെ പറഞ്ഞ് കരയിച്ചതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി പോകുന്ന വഴി സീമാസ് കണ്ടു. സീമാസിൽ കർക്കിടക കിഴിവിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തുണിത്തരങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. ഹാഫ് പ്രൈസിലെല്ലാം കിട്ടും. മുക്കൂട്ടൻ അവൻ്റെ മാമച്ചിയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മാമച്ചിയെ കിട്ടിയ പിന്നെ അങ്ങനെയാണ് എപ്പോഴും ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അവൻ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി. എല്ലാവരും നേരെ കയറി ചെല്ലുക. എല്ലാവരും വിശന്നിരിക്കുക. അങ്ങനെ നേരെ കയറി ചെല്ലുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാമെന്നും പറഞ്ഞു. പക്ഷേ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ശശിയായി വീണ്ടും വെയിറ്റിംഗ് ഏരിയയിൽ വന്നു. വെയിറ്റിംഗ് ഏരിയയിൽ വന്ന് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഹെൻസാമോക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയ സന്തോഷം. അവൾ തുള്ളിച്ചാടി നടക്കുക. മുമ്മക്കൂട്ടനാണെങ്കിൽ അവിടെ കയറിയപ്പോൾ മാമിച്ചിരുക്ക് ന്യൂസ് പേപ്പറോ എന്തൊക്കെ മാമിച്ചിരുത്തി വായിപ്പിക്കുകയാണ് അവനെ. അപ്പോൾ ഹെൻസാമോളോടെ ടീപ്പോ കണ്ടത്. ഞാൻ ഒന്ന് പേടിച്ചു. ഗ്ലാസിൻ്റെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് മാറ്റി തിരിച്ച് അവിടെ കൊണ്ടിരുത്തി. അല്ലെങ്കിൽ ആ ചില്ല് പൊട്ടിച്ച കാര്യം കഴിഞ്ഞില്ലേ. അങ്ങനെ അവിടെ ഒരു മതിലിൽ അവിടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ബോട്ട് റേസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ബോട്ട് റേസ് നടക്കേണ്ട സമയമാണ്. വയനാടിൻ്റെ ഇത് കാരണം മാറ്റി വെച്ചു അത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ നോർമൽ ഊണാണ് പറഞ്ഞത്. ഫിഷ് മീൽസാണ് പറഞ്ഞത്. ഒരു വെജ് ഊണും പറഞ്ഞു. പിന്നെ കരിമീൻ പൊള്ളിച്ചതും കരിമീൻ ഫ്രൈ ഒക്കെ പറഞ്ഞു. മുഹമ്മദിന് ചിക്കൻ നൂഡിൽസാണ് പറഞ്ഞത്. മുഹമ്മദിൻ്റെ ഫുഡ് വരാൻ കുറച്ച് താമസം എടുത്തു. ഞങ്ങളുടെയൊക്കെ വന്നു. അവൻ്റെ വരാത്തതുകൊണ്ട് ഞങ്ങൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹെൻസാമോൾ ഇതൊന്നും അറിയുന്നില്ല. ഹെൻസാമോൾക്ക് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തി. അല്ലെങ്കിൽ നമ്മൾ ആരെയും അവൾ കഴിപ്പിക്കത്തില്ല. അവൾ ബഹളം വെച്ച് അവിടെ ഒരു പരുവാകും. പിന്നെ അവളുടെ പുറകിന് ഓട്ടമായിരിക്കണം. ആ ഹോട്ടൽ ഫുള്ള് അവളുടെ പുറകിന് കിടന്ന് ഓടേണ്ടി വരും. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു. അവിടെ സർവീസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ മുമ്മക്കൂട്ടൻ്റെ ചിക്കൻ നൂഡിൽസ് വന്നിട്ടുണ്ട്. ആൾ ഹാപ്പിയായി. ആൾ പുറത്ത് പോയി ഒരു നൂഡിൽസൊക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് മന്തിയാണ് ഇഷ്ടം. അപ്പോൾ മന്തി അവിടെ കിട്ടാത്തതുകൊണ്ട് നൂഡിൽസ് ഫോർക്ക് വെച്ച് കഴിക്കാൻ അത്ര എക്സ്പേർട്ടല്ല. അങ്ങനെ ഞങ്ങളുടെ ഫുഡിലേക്ക് കഴിഞ്ഞു. എൻസാമോള് സോഡാ ലൈം കുടിക്കുകയാണ്. അവൾക്ക് തണുപ്പില്ലാണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷെ പുള്ളിക്ക് അത് കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം ആ സ്ട്രോ ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ട്രോ ഇട്ട് ചവച്ച് ആ സ്ട്രോ ഒരു പരുവാക്കും ആൾ. ചോദിക്കുക സ്ട്രോ ചളുങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ തിരിച്ചൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം മൊമ്മക്കൂട്ടിന് വേണ്ടി പറഞ്ഞ സോഡാ ലൈം വന്നിട്ടില്ലായിരുന്നു. അത് അവർ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ടേബിളിൽ കൊണ്ടുവരും അവർ. അങ്ങനത്തെ അതിൻ്റെ പഞ്ചസാര സീറയും സോഡയൊക്കെ പൊട്ടിച്ചൊഴിക്കുക. സോഡ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. നമ്മളവർക്ക് ഇപ്പോൾ പോകും എന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ലൈമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹെൻസാമോളാൾ ഹാപ്പിയായി. ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. എൻ്റെ ഒരു കൊറിയർ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ അതും വാങ്ങിച്ചു. ഇരുമ്പ് പാലമാണ് കാണുന്നത്. അത് പുതിയ പാലമാണ്. രാത്രി ലൈറ്റൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അത്. ഹെൻസാമോൾ കാറിൽ കിടന്നിട്ട് ബഹളം വയ്ക്കുക. അവളുടെ മാമി ഇടുക്കിയിൽ അതും ഇതുമൊക്കെ കാണിച്ചത്. മാമിയായിട്ട് കുരുത്തക്കേട് കാണിക്കുക. മാമി നാക്ക് നീട്ടുമ്പോൾ അവൾ നാക്ക് നീട്ടി കാണിക്കും. മാമി എന്തെങ്കിലും പറഞ്ഞാൽ അവൾ തിരിച്ചതുപോലെ സംസാരിക്കും. ആൾ വീഡിയോ ഫോൺ എടുക്കുന്ന കാണുമ്പോഴേ ഉള്ളൂ ആൾ അനങ്ങാണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീടെത്താറായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ്. വീട്ടിലോട്ട് വന്ന് കയറി എൻസാമോൾ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറി ഉറങ്ങാൻ വിളിച്ചപ്പോഴത്തേക്കും വീടെത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ഉറങ്ങണ്ട, അതിൻ്റെ ബഹളമാണ്. അങ്ങനെ മൊമ്മക്കൂടൻ ആൾ ഹാപ്പി. മൊമ്മക്കൂടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ.
ഇവിടെ വരുന്ന പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. അവിടെ കളിക്കാൻ അത്യാവശ്യം കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്.